വനിതാ മന്ത്രിയെ അവഹേളിച്ച കേസിൽ MLC CT രവിയെ അറസ്റ്റ് ചെയ്തതിൽ കർണാടകയിൽ ഇന്ന് വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP. ചിക്കമംഗളൂരുവിൽ BJP ബന്ദിന് ആഹ്വാനം ചെയ്തു. നിയമസഭാ മന്ദിരത്തിൽ വച്ച് കോൺഗ്രസ് പ്രവർത്തകർ CT രവിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിൽ BJP പരാതി നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ബംഗളൂരുവിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേർന്നു ടെലിഫോൺ ലൈനിൽ. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കർണാടകയിൽ നമ്മൾ ഇന്നലെ കണ്ടത് അസാധാരണമായ ചില സംഭവങ്ങളായിരുന്നു. ആ രീതിയിൽ ഒരു വനിതാ മന്ത്രി അവഹേളിച്ചു എന്നൊരു പരാതി, തുടർന്ന് CT രവിയെ ആക്രമിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയം ഇപ്പോൾ അവിടെ കർണാടകയിൽ ചർച്ചയാകുന്നത്? ഇന്നത്തെ BJP ബന്ദ്, ഒപ്പം കോൺഗ്രസിന്റെ പ്രതിഷേധം, അതെങ്ങനെ? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഈ കർണാടകയിൽ വനിതാ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൽക്കറെ അപമാനിച്ച സംഭവത്തിൽ BJP MLC CT രവിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP ചിക്കമംഗളൂരുവിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബന്ദ് എന്ന രീതിയിലാണ് ഈ പ്രതിഷേധം നടത്താൻ ചിക്കമംഗളൂരുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം നടത്താനും BJP തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഇക്കാര്യത്തിൽ കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഈ വനിതാ മന്ത്രിയുടെ പരാതിയിൽ ഉടൻ തന്നെ പോലീസ് ആക്ഷൻ എടുക്കുന്നു. MLCയെ നിയമസഭാ പരിസരത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അപ്പോൾ അതിലൊരു പ്രതിഷേധം. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ നിയമസഭാ മന്ദിരത്തിനുള്ളിലേക്ക് കയറി വന്ന് CT രവിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് ഇതുവരെയും അതിലൊരു കേസ് എടുത്തിട്ടില്ല. ഒപ്പം തന്നെ ഈ പ്രവർത്തകരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ രണ്ടിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ട്. കാരണം ഈ CT രവിയുടെ പരാമർശം അത്യന്തം ഹീനമായിട്ടുള്ളതെന്നാണ്. പുറത്തുവരുന്ന വിവരം ശരിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു MLC പദവി പോലും തുലാസിലാവുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതിൽ MLCയിൽ ഈ ഭൂരിപക്ഷമുള്ളത് BJPക്കാണ്. അപ്പോൾ BJPയുടെ സ്പീക്കർ അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സഭ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് നേരത്തെ മന്ത്രി പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു ഓഡിയോ സന്ദേശമൊക്കെ ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കാമെന്നാണ് മന്ത്രിയോട് അറിയിച്ചത്. ശേഷം പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ആയിരുന്നു അറസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ. എന്തായാലും അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ തുടങ്ങിയ ഒരു വാക്പോരാണ്. ഏതാണ്ട് പാർലമെന്റിൽ എന്ന പോലെ തന്നെ കർണാടകയിലും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന.